അസ്സലാമലൈക്കും. നമ്മളിൽ ആരാ ആഗ്രഹിക്കാത്തത് നമ്മളുടെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ? ആ വിദേശത്ത് അവരുടെ കൂടെ അവരുടെ സുഖമായാലും സന്തോഷമായാലും സങ്കടമായാലും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നുണ്ടാവുക. മാഷാ അല്ലാ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഈ ദിക്റ് ചൊല്ലി ഒരാഴ്ച കൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിയത്. ഇൻഷാ അല്ലാ, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ദിക്റ് ഈ ദുആ ചെയ്ത് ഈ ദിക്റ് ഓതി ദിക്റ് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളുടെ ഇത് മാത്രമല്ല, നിങ്ങളുടെ എന്ത് ഹലാലായ ആഗ്രഹങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. ഇത് വിജയത്തിൻ്റെ ഒരു താക്കോല് തന്നെ എന്ന് പറയാം. മാഷാ അല്ലാ, എൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷമോ സൂറത്തുൽ ഫതഹ് ഓതുക. സൂറത്തുൽ ഫതഹ് ഓതിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മുകളിൽപ്പെട്ട യാ ഫത്താഹ് യാ അല്ലാ എന്നുള്ള ഇസ്മും 489 തവണ നിങ്ങൾ ചൊല്ലുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ 21 ദിവസം തുടർച്ചയായി മുടങ്ങാതെ ഓതി ദുആ ചെയ്യുക. നിങ്ങളുടെ എന്ത് ഹലാലായ ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ, നിങ്ങൾ എന്ത് തന്നെ ആയാലും ഓതി ദുആ, നിങ്ങളെ ഏത് ആഗ്രഹങ്ങളും മുടങ്ങിക്കിടക്കുന്നുവോ അതിനു വേണ്ടി ഈ ദിക്റും ഈ സൂറത്തും ഓതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ, ഇതുപോലെ ഓതി ദിക്റ് ചൊല്ലി ദുആ ചെയ്തിട്ട് വിദേശത്തേക്ക് എത്തിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.